ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് ക്രിസ്പിയായും ടേസ്റ്റിയായും ഒരു മസാല ദോശ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിടാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇടാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയ്ക്ക് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറണമൊന്നുമില്ല. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ടാക്കി അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ദോശമാവ് എടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ദോശ ഒന്ന് പകുതി കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
ദോശയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു തേങ്ങാ ചമ്മന്തിയും ടൊമാറ്റോ ചട്നിയും കൂടി സൈഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ മസാല ദോശ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.